ഹലോ ഗായ്സ്, ഇന്നിവിടെ കറിയൊക്കെ നേരത്തെ വെന്തായിരുന്നു കേട്ടോ. അപ്പോഴാണ് ചേട്ടൻ കുറെ നെയ്ച്ചാളയായിട്ട് കയറി വന്നിട്ട് പറഞ്ഞത് പെട്ടെന്ന് കറി വെച്ചും പൊരിച്ചും ഒക്കെ കൊടുക്കാനായിട്ട്. എനിക്കാണെങ്കിൽ നെയ്ച്ചാള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം വലിയ പരിഞ്ഞുള്ള ചാളയായിരുന്നു. ഇവിടെ ആണെങ്കിൽ കൂടുതലായിട്ടും കുഞ്ഞൻ ചാളയാണ് കിട്ടാറ്. എന്നാൽ ഇടയ്ക്കൊക്കെ നെയ്ച്ചാള കിട്ടാറുണ്ട്. അത് എവിടെ കണ്ടാലും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടും വരും. ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് ഒരു ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് തോനെയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ ഇട്ട് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത് തണുത്തപ്പോൾ അത് അരച്ചെടുത്തു. പിന്നെ ചട്ടി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒന്നും കൂടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തു. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് തോനെയും പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് അങ്ങോട്ട് വെച്ചു കേട്ടോ. എനിക്കാണ് ചേട്ടനും ആണെങ്കിൽ പുളിമുളക് കറി എന്ന് വെച്ചാൽ ജീവനാണ്. അമ്മയാണെങ്കിൽ ഇവിടെ കൂടുതലും തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കാറ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുളിമുളക് മീൻകറിയൊക്കെ വെക്കാറുണ്ട്. ചീനിയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മാത്രം മതി. ഒരു പ്ലേറ്റ് ചോറുണ്ണും. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കത്. അങ്ങനെ മഞ്ഞപ്പൊടി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് സെറ്റ് ആവാനായിട്ട് വെച്ചു. ഇവിടെ ആണെങ്കിൽ കലക്കുപ്പാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കല്ലുപ്പിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കിയാണ് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പിൽ ഒരുപാട് മായം ഉണ്ടെന്നാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പൊടിയുപ്പ് ഉപയോഗിക്കാറേ ഇല്ല. നമ്മുടെ മീൻകറി അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കിയാലോ. മീൻ വറുക്കാനായിട്ട് നോക്കിയപ്പം കുരുമുളക് പൊടി തീർന്നു പോയി. അടുത്ത് തന്നെ കടയുണ്ടായതുകൊണ്ട് എപ്പോഴും പോയി മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞാൻ പോയി പെട്ടെന്ന് ആച്ചിയുടെ ഒരു കുരുമുളക് പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻചാർ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് മീൻകുട്ടന്മാരെ ഇങ്ങനെ വാരി ഇട്ട് കൊടുത്തു. തോനെയും കറിവേപ്പിലേക്ക് അങ്ങോട്ട് തൂവി മീൻകറി അങ്ങോട്ട് വേവാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനിങ്ങനെ മീൻകറി അടുക്കി പിടിക്കാതിരിക്കെ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇളക്കണ്ട, നമുക്ക് കറക്കി കൊടുത്തു നോക്കാം. അങ്ങനെ കറക്കിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും എൻ്റെ കൈ പൊള്ളുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാനത് നല്ലപോലെ ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ മസാല അങ്ങോട്ട് തയ്യാറാക്കാം. ഞാൻ തോനെയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും നല്ല രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ച് മസാലയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എന്നിട്ട് നമ്മുടെ മീൻകൂട്ടന്മാരെ അതിലേക്കിട്ട് ഇങ്ങനെ പുരട്ടിയെടുത്ത് പിന്നെ നമ്മുടെ പരിഞ്ഞിരും അതിനകത്തിട്ട് ഇങ്ങനെ പുരട്ടി മീനകത്ത് മസാല പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി എന്തായാലും നമുക്ക് പോയി നോക്കാം. കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മീൻകൂട്ടന്മാരെ അങ്ങോട്ട് പൊരിച്ചെടുക്കാനായിട്ട് പോയി. തോനെയും കറിവേപ്പിലയൊക്കെ ഇട്ട് മീൻകൂട്ടന്മാരെ അങ്ങോട്ട് നിരത്തി വെച്ച് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ പോയി. എന്നിട്ട് ഞാൻ പോയി നമ്മുടെ മീൻചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഉപ്പ് നോക്കാനാണെ പോയത്. കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. കറക്റ്റ് പുളിയും ഉപ്പും ഒക്കെ പാകത്തിനായിരുന്നു. എന്നിട്ട് ഞാൻ ചേട്ടനോട് സ്വയം പറയാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളിയായിട്ടുണ്ടെന്ന്. കൊള്ളാന്നൊക്കെ പറഞ്ഞു ചേട്ടൻ, പക്ഷെ ഉള്ളയാണോ ദൈവത്തിനറിയാം. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് പോയി. നല്ല ചോറും ചമ്മന്തിയും പരിഞ്ഞിരി പൊരിച്ചതും ചാള വറുത്തതും നല്ല കോവയ്ക്കാ മെഴുക്ക് വരട്ടി മോരും പുളിമുളക് മീൻകറിയൊക്കെ ആയിരുന്നു. ഈ മോരും പുളിമുളക് മീൻകറിയും കൂടി ഞെവിടി കഴിക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനങ്ങനെ അത് നല്ലപോലെ ഞെരടിയിട്ട് ഒരു പീസൊക്കെ എടുത്ത് ആ ചോറിനകത്തൊക്കെ വെച്ച് നല്ല രീതിയിൽ കുഴച്ചൊരു ഉരുളയൊക്കെ ഉരുട്ടി ചേട്ടനെ ഇങ്ങനെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് ഞാൻ തന്നെ അതെടുത്ത് വായി വെച്ച് കഴിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു പരിഞ്ഞിലൊക്കെ എടുത്ത് വായി വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.